കുട്ടികൾ വിരൽ ചപ്പുന്നത് കാണാൻ നല്ല ക്യൂട്ടായിരിക്കും. പക്ഷേ നമ്മൾ അത് ഇപ്പോഴേ ഒഴിവാക്കിയില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് നല്ലൊരു ചെലവ് വരുന്നൊരു കാര്യമായിരിക്കും അത്. കുട്ടികൾക്ക് ഒരു 2 വയസ്സ്, അതായത് ചെറിയ പ്രായത്തിൽ തംസക്കിങ് കുഴപ്പമില്ല. അതേസമയം കുട്ടി വലുതായ ഒരു 4 വയസ്സ് 5 വയസ്സായപ്പോഴും അവർ ഉറങ്ങാൻ വേണ്ടി തംസക്കിങ് ഉണ്ട്, അതല്ലെങ്കിൽ അവർ വെറുതെ ടി വി ആണ് അപ്പോഴും തംസക്കിങ് ചെയ്യുന്നുണ്ട്, ഐഡിയൽ ആയിട്ട് ഇരിക്കുമ്പോഴൊക്കെ തംസക്കിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ഹാബിറ്റായി ഡെവലപ്പ് ചെയ്ത് നമ്മൾ അത് ഇന്റർവ്യൂ ചെയ്യണം. തംസക്കിങ് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുട്ടികൾ ഈ വിരലെടുത്തിട്ട് ഇങ്ങനെ കടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ പറ്റുക? നമ്മുടെ 2 പല്ലുകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഒരു 6 വയസ്സ് 7 വയസ്സാകും പുതിയ ഫ്രണ്ടിലത്തെ പല്ലുകൾ വന്നു കഴിഞ്ഞപ്പോഴും നമ്മൾ ഈ തംസക്കിങ് ഉണ്ടെങ്കിൽ കുഞ്ഞിന്റെ വിരലിന്റെ അത്രയും വലിയൊരു ഗ്യാപ്പ് നമ്മുടെ ഫ്രണ്ടിലത്തെ പല്ലുകളുടെ ഇടയിൽ ഉണ്ടാവും. പിന്നെ ഭാവിയിൽ അവർക്ക് അത് പല്ലുകൾ നിരതെറ്റിയില്ലെങ്കിലും ഓർത്തോ ട്രീറ്റ്മെന്റും, ഇനി അതല്ല അവരുടെ വളർച്ച കഴിഞ്ഞെങ്കിൽ നമുക്ക് ഓർത്തോണാദി സർജറിയും ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഈ തംസക്കിങ് ഹാബിറ്റ്സ് എല്ലാം നമ്മളൊരു 3 വയസ്സിനുള്ളിൽ തന്നെ അവരുടെ ആ സ്വഭാവങ്ങളൊക്കെ നിർത്തണം. ഈ തംസക്കിങ് ഹാബിറ്റിന് എന്താണ് ഒരു അപ്ലയൻസസ് ഉള്ളത്? കുട്ടികളുടെ പുറകിലത്തെ പല്ലുകളിൽ നമുക്ക് ടങ് ഗ്രിപ്പ് എന്നൊക്കെ പറയുന്ന അപ്ലയൻസസ് ഉണ്ട്. അതായത് നമ്മുടെ വിരല് വായിലേക്ക് കടത്താൻ പറ്റാതിരിക്കാനുള്ള രീതിയിലുള്ള അപ്ലയൻസസ് നമുക്ക് വെക്കാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് ഹോം റെമഡീസ് ആയിട്ട് എന്താ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വീട്ടിൽ ഇപ്പം പറഞ്ഞ പോലെ കുറച്ച് കയ്പ് വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും ദ്രാവകങ്ങൾ ഈ വിരലുകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ വിരല് ചപ്പിക്കുകയില്ല. അതല്ലെങ്കിൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി അവരെ ചപ്പിക്കാതിരിക്കുക.